നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം കൂടമതിൽ നിന്നവരൊത്ത് സീതാരാമൻ ലക്ഷ്മണനൊത്ത് അത്രി മഹാമുനിയാശ്രമമെത്തി സൽക്കാരം ചെയ്തതിരുത്തി മുനിവരനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞവരെല്ലാരും രാക്ഷസന വിരാതനെ കൊല്ല ചെയ്തത് ശ്രീരാമൻ നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം അഗസ്ത്യ മഹർഷിയെ കണ്ടവരന്ന് അഗസ്ത്യനെ വന്നി ചുടനവരന്ന് വരമേകിടുന്നു മുനി പൂങ്കവനും ദശരഥ തനയനതായി സമ്മാനം മൂർത്തികളെ ധ്യാനിച്ചുടനെ തുണീരപാണമേകി വൈഷ്ണമായ ജാപവുമേകി മാമുനി സന്തോഷ നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം ഗോദാവരിയുടെ ദക്ഷിണ ഭാഗെ അഞ്ചുവടം നീട്ടുന്നതു കാണെ അത്ഭുതമാം വൃത്താകൃതി കാണെ രാമചന്ദ്രൻ നിനച്ചു പതുക്കെ അഞ്ചുവടം വൃത്താകൃതിയായി നിലകൊള്ളുന്നതിനാൽ പഞ്ചവടി എന്നൊരു പേരായി ഭൂനാമം അറിയാം നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം രാഘവയുതമോദയ തന്ന് വലിയ കരിന്താളി മരമന്ന് ലക്ഷ്മണനുടനടി ഛേദിച്ചിട്ട് അപ്രത്യക്ഷമതായി മരമവിടെ ശൂർപ്പണകോമന മകനാം ശംഭുകുമാരൻ തൻ ഉടലാണ് വടമായവിടെ കണ്ടത് ലക്ഷ്മണനെ നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം വനമധ്യത്തിൽ ഇരുവരുമൊത്ത് കുടിലൊന്നു പണി തീർക്കുന്നൊത്ത് വള്ളികൾ കൊള്ളികൾ തുള്ളികൾ തൊട്ട് ഉള്ളവ നോക്കി മുറിച്ചതെടുത്ത് പേരാലിൻ മധ്യേ പാർക്കാൻ കുടിലു ചമച്ചിട്ട് കുതുകത്തോടവരെല്ലാവരും ഒത്തു വസിക്കുന്നു നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം നാരായണ നാമമുരച്ചു നടന്നവരെല്ലാരും കാനനമതിലൂടെ നടന്നവർ മൂവരും അന്നേരം